ദീർഘകാലം ഇറാന്റെ സൈനിക പ്രതിനിധിയായി സിറിയയിൽ താമസിച്ചിരുന്ന ആളാണ് ജനറൽ എസ്പാറ്റി. സിറിയയിലെ അന്നത്തെ മുതിർന്ന എല്ലാ പ്രമുഖരുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പ്രസിഡന്റ് അസദുമായും മറ്റ് സൈനിക മേധാവികളുമായും എല്ലാം തന്നെ നല്ല ബന്ധമാണ് ഇയാൾ പുലർത്തിയിരുന്നത്. ഇറാൻ തങ്ങളുടെ സൈനിക സഹായങ്ങളും തീവ്രവാദികളെ സഹായിക്കുന്നതിനും എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ് എസ്പാറ്റി. എന്നിട്ട് ആ എസ്പാറ്റിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റം ഏറ്റുപറയുന്നത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ പോലും സിറിയയിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വലിയ കാര്യമായി വിശേഷിപ്പിച്ചിരുന്നില്ല. അതൊരു സാധാരണ കാര്യം മാത്രമാണ് എന്നാണ് അന്ന് പെഷസ്കിയാനൊക്കെ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ എസ്പാറ്റി പറയുന്നത് ഇറാനാണ് ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ തിരിച്ചടി ഏറ്റത് എന്നാണ്. സിറിയയിലാണെങ്കിലും ലെബനാണെങ്കിലും എല്ലാം തന്നെ അവിടുത്തെ തീവ്രവാദ സംഘടനകളെയും സ്വേച്ഛാധിപത്യ ഭരണത്തെയൊക്കെ തന്നെ സഹായിച്ചിരുന്നത് ഇറാനായിരുന്നു. സിറിയയിലെ തുറമുഖങ്ങളിലൂടെ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലൂടെയൊക്കെ തന്നെ ഇറാൻ തീവ്രവാദികൾക്കായി ആയുധങ്ങൾ എത്തിച്ചിരുന്നു. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഒന്നും സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ എസ്പാറ്റി പറയുന്നത്. ഇറാന് സമീപത്തുള്ള അമേരിക്കയുടെ വ്യോമ കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചില്ല എന്ന ചോദ്യത്തിന് അത് ഇനി സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നാണ് എസ്പാറ്റി നൽകിയ മറുപടി. കാരണം ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. മാത്രവുമല്ല ഇനി ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്നും എസ്പാറ്റി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കാരണം അമേരിക്കയിൽ നിന്നുള്ള താഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റം ഉൾപ്പെടെ അതുപോലെ ഇസ്രായേലിന്റെ തന്നെ സ്വന്തം അയൺഡോം സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നും അമേരിക്ക നൽകിയ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിന്റെ തന്നെ സ്വന്തം അയൺഡോം പ്രതിരോധ സംവിധാനവും എല്ലാം ഒരുക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ കാത്തിരിക്കുന്നത്.